ഫിനിക്സ് ഫ്രണ്ട്സ് എന്റർടൈൻമെന്റിലൂടെ ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പം നമ്മുടെ ലാലേട്ടൻ നായകനായ വൃഷഭ എന്ന മൂവിയുടെ വിശേഷമാണ് ഇന്നാണ് റിലീസ് ചെയ്തത്. നന്ദകിഷോർ സംവിധാനം ചെയ്ത് ലാലേട്ടൻ നായകനായിട്ട പാൻ ഇന്ത്യൻ മൂവിയാണ് വൃഷഭ. ചതിച്ചാശാനെ ചതിച്ച് നമ്മുടെ ലാലേട്ടനെ നന്ദകിഷോർ ചതിച്ചു. പാൻ ഇന്ത്യൻ സ്റ്റാർ ആക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. നന്ദകിഷോർ ശരിക്കും പണി കൊടുത്തിട്ടുണ്ട് ലാലേട്ടന്. പിന്നെ അപ്പോൾ ഈ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് കൂടുതൽ ആൾക്കാർ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് പോസിറ്റീവ് ആകെ ഒന്നോ രണ്ടോ പോസിറ്റീവേ ഉള്ളൂ. കൂതറപ്പടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നല്ല പടം പ്രതീക്ഷിച്ച് പോയി. എനിക്കൊരു അറിയാമായിരുന്നു, വലിയ ഹൈപ്പൊന്നും ഇല്ലാത്ത വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ തന്നെയാണ് ഞാൻ പോയത്. എന്നാലും ഒരു എന്താ പറയുക, മാസ് പടം അല്ലെങ്കിലും ഒരു ക്ലാസ് മൂവി ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോയത്. മാസും ഇല്ല, ക്ലാസ്സും ഇല്ല, ഒന്നുമില്ലാത്ത ഒരു ചവറ് പടമാണ് എനിക്ക് ഫീൽ ആയത്. ലാലേട്ടൻ്റെ ഈ 2025 ലാലേട്ടൻ തൂക്കിയ വർഷമായിരുന്നു. ഈ ഒരെണ്ണം മതിയല്ലോ, മൊത്തം അങ്ങോട്ടെ കളഞ്ഞിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. അപ്പം പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ ഇതിനകത്ത് പ്രകടനം നല്ല പ്രകടനമായിരുന്നു. എന്തില്ല, അത് എടുത്ത് പറയേണ്ടതുണ്ട് കേട്ടോ. പുള്ളിക്ക് ഇങ്ങനത്തെ റോളുകൾ പുള്ളി ചെയ്താൽ ശരിയാവില്ലാത്തായിരുന്നു. പക്ഷേ ഈ പടത്തിൽ പുള്ളി നല്ല പോലെ ചെയ്തിട്ടുണ്ട്. ഡബ്ബിങ് വരെ പുള്ളിക്ക് അത് നല്ല ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഡബ്ബിങ് വെറും ബോറായിട്ട് തോന്നിയില്ല, പക്ഷേ സിനിമ കാണുമ്പോൾ അത് തോന്നിയില്ല. പിന്നെ പുള്ളിയുടെ കോസ്റ്റ്യൂം, പുള്ളിയുടെ നല്ല സിനിമയുള്ള എല്ലാവരുടെയും കോസ്റ്റ്യൂം അടിപൊളിയാട്ടോ. പിന്നെ അറിയാലോ, ലാലേട്ടൻ ഇങ്ങനെയുള്ള പടങ്ങളിൽ ഇതിനു മുമ്പ് ഇറങ്ങിയ കണ്ണപ്പയൊക്കെ ആണെങ്കിലും കോസ്റ്റ്യൂമിലാണ് ലാലേട്ടൻ നാണം കെട്ടത്. കാരണം വെച്ചാൽ വികൃതമായിട്ടുള്ള കോസ്റ്റ്യൂമൊക്കെ ആയിരുന്നു. ഇതിനകത്ത് എല്ലാവരുടെയും കോസ്റ്റ്യൂം, ലാലേട്ടൻ്റെ കോസ്റ്റ്യൂം അടിപൊളിയാണ്. അതിലൊക്കെ അവർ നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ നോക്കിയിട്ട് വിഗും ലാലേട്ടൻ അടിപൊളി വിഗാണ് ഈ പടത്തിൽ കിട്ടിയിരിക്കുന്നത്. ആ കാര്യങ്ങളിലൊക്കെ ലാലേട്ടൻ്റെ പ്രകടനം അടിപൊളിയായിരുന്നു. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ടത് ഇതിന് ആർട്ട് വർക്ക് ചെയ്ത ഒരു അടിപൊളി കേട്ടോ. നല്ല, കാരണം എനിക്ക് ബാഹുബലിനേക്കാളും നല്ല ആർട്ട് വർക്കായിട്ട് എനിക്ക് ചില സീനുകളൊക്കെ തോന്നി. കാരണം വെച്ചാൽ കൊട്ടാരമാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളൊക്കെ നല്ല ആർട്ട് വർക്കാണ്. അതിന് നല്ലപോലെ പൈസ മുടക്കിയിട്ടുണ്ട് അവർ. അതിന് കാണാനുമുണ്ട്, ആർട്ട് വർക്ക് നല്ലപോലെ കാണാനുണ്ട്. പിന്നെ ഇതിനകത്തൊരു ഒരു പാട്ട് എനിക്ക് രസമുള്ള പാട്ടായിട്ട് തോന്നി. അതിനകത്തെ കൊറിയോഗ്രാഫും നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഈശ്വരന്മാരെ, ഈ പടത്തിന്റെ അവസ്ഥ നല്ല ഒരു തിരക്കഥ ആയിരുന്നെങ്കിൽ, നല്ല കഥ, നല്ല ത്രെഡായിരുന്നു. കാരണം ആജന്മ ശത്രുക്കൾ എന്ന് പറയല, ഒരു പോയിന്റിലെ ശത്രു ആവുന്നവർ പിന്നെ പുനർജനിച്ചപ്പോൾ അച്ഛനും മകനുമാണ്. അവർ പിന്നെയും ശത്രു ആവുന്നതാണോ ഒരു എങ്ങനെയാണെന്നുള്ളതാണ് ഈ സിനിമയുടെ ഇത്. പക്ഷെ അത് നല്ല ത്രെഡായിരുന്നു, നല്ല കഥയായിരുന്നു. തിരക്കഥയാക്കി വെച്ച് നശിപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിച്ചു. എന്തൊന്നാ ചെയ്തു വെച്ച്, എന്താ ഇത്? ഓരോ സീനൊക്കെ കാണണം. ലാഗ് എന്നൊക്കെ പറഞ്ഞ ലാഗിന്റെ അങ്ങേയറ്റമാണ്. നമ്മൾ പറയില്ലേ മാസിന്റെ അങ്ങേയറ്റം എന്ന് പറയുന്ന പോലെ ലാഗിന്റെ അങ്ങേയറ്റമാണ്. ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പോവാന്നല്ലാണ്ട് വേറെ ഒന്നും ഈ സിനിമയിലില്ല. പിന്നത്തെ ഗ്രാഫിക്സ്, ഇതിനകത്തെ VFXും ഗ്രാഫിക്സൊക്കെ പണം നല്ലപോലെ അവർ ഒഴുക്കിയിട്ടുണ്ട്. ശരിയാണ്, ഒഴുകിപ്പോയിട്ടുണ്ട്. പണം നല്ലപോലെ ഒഴുകിപ്പോയിട്ടുണ്ട്. അത്രയ്ക്ക് ബോറാണ് ഗ്രാഫിക്സും VFX അത്രയ്ക്ക് ബോറാണ്. പിന്നെ ഇതിനകത്ത് ഫൈറ്റ്, നമ്മുടെ പീറ്റർ ഹെൻഡ് അന്യായ ഫൈറ്റാണ്. കൂതറ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കാലം കഴിഞ്ഞ് വിട്ടിട്ട് പോയിക്കോ മോനെ. 6 പ്രാവശ്യം മുമ്പോട്ട്, 6 പ്രാവശ്യം ഈ സൈഡോട്ട്, ഒരു 4 പ്രാവശ്യം ഇങ്ങോട്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് ലാലേട്ടനെ അവർ ഇട്ട് കറക്കുന്നുണ്ട്. കണ്ടിരിക്കാൻ ക്ഷമയുണ്ടെങ്കിൽ കണ്ടിരിക്കാം കേട്ടോ. പിന്നെ ഇതിനകത്ത് വേറെ എന്താണ് പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. വെറുപ്പിക്കുന്ന കുറേ സീനുകളുണ്ട്, വെറുപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഈ സിനിമയിൽ. ചില സീനൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഫസ്റ്റ് ഹാഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ആ ഫസ്റ്റ് തന്നെ ഗ്രാഫിക്സ് ഒക്കെ കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്നല്ല, എൻ്റെ മനസ്സിൽ നിന്ന് പോയി പടം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്റർവെല്ല് സമയത്ത് ഞാൻ നോക്കുമ്പോൾ മുട്ടുസൂചി നിലത്ത് വീണ് കഴിഞ്ഞാൽ ഒച്ച വെക്കും. അത്രയ്ക്ക് സൈലന്റ് ആണ് ഇന്റർവെല്ലിന് സമയത്ത്. ഒരു മനുഷ്യൻ ചായ കുടിക്കാനോ മൂത്രം ഒഴിക്കാനോ പോകുമ്പോൾ വരെ സൗണ്ട് എന്ന് പറയാൻ സംഭവമില്ല, നിശബ്ദം. എനിക്ക് തോന്നുന്നു ശ്മശാന മൂകമായിട്ട് എന്താണ് അവസ്ഥ. അത്രയ്ക്ക് ഉണ്ടായിരുന്നു പടം ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫല്ലേ എന്തെങ്കിലും ഉണ്ടാവും, ഭയങ്കര ട്വിസ്റ്റിലോട്ടൊക്കെ വന്ന്. സെക്കൻഡ് ഹാഫ് പടം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ
എന്നാലെങ്കിലും ഒന്ന് കൂവുന്ന ആൾക്കാരില്ലാന്ന് വിചാരിക്കാം. കൈയടിക്കാനോ കൂവാനോ ഒരാൾക്കാർ മുഖത്തോട് മുഖം നോക്കുന്നതല്ലാണ്ട് ഒരാളും മിണ്ടുന്നില്ല. ഫ്രണ്ട്സ്, കമ്പനി ആയിട്ട് വന്ന ഫ്രണ്ട്സ് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാണ്ട് ഇവരിങ്ങനെ ഇറങ്ങിയിട്ട് പോകുന്നു. അങ്ങനത്തെ ഒരു പടമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ പടത്തിന്റെ ക്വാളിറ്റി. നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർക്ക് പോയിട്ട് കാണാം, വേണ്ടാന്ന് ഞാൻ പറയില്ല. പിന്നെ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾ വന്നിട്ട് അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു സിനിമയാണ് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആൾക്കാരോട് ചോദിക്കുക. പുതിയ ഇറങ്ങിയാലോ അല്ലെങ്കിൽ പഴയ ഇറങ്ങിയ നല്ല സിനിമയുണ്ടെങ്കിൽ അത് തപ്പിപ്പിടിച്ച് പോയി കാണുക. നല്ലൊരു പടം കാണണമെന്ന്, ഒരു പടമെങ്കിലും കാണണമെന്ന് ആഗ്രഹമുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. അല്ലാത്ത എല്ലാ സിനിമയും കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വൃഷഭയ്ക്കും പോകാവുന്നതാണ്. കാരണം വെച്ചാൽ പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.